ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി. പ്രധാന വാർത്തകൾ. കേരളത്തിലെ ആധുനിക മതനിരപേക്ഷ ജനാധിപത്യ സമൂഹത്തിന് ശിലാസ്ഥാപനം നടത്തിയ വ്യക്തിത്വമാണ് ശ്രീനാരായണ ഗുരുവെന്ന് മന്ത്രി എം.ബി. രാജേഷ്. പൊതുസ്ഥലങ്ങളിൽ മാലിന്യം വലിച്ചെറിയുന്നവർക്കെതിരെ നടപടി ശക്തമാക്കി സംസ്ഥാന സർക്കാർ. ജനുവരി 1 മുതൽ സംസ്ഥാനത്ത് വലിച്ചെറിയൽ വിരുദ്ധ വാരാചരണം. മകരവിളക്ക് മഹോത്സവത്തിനായി ശബരിമല ക്ഷേത്രനട ഇന്ന് തുറക്കും. ഗുരുതര പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന തൃക്കാക്കര എംഎൽഎ ഉമാ തോമസിന് വിദഗ്ധ ചികിത്സ ഉറപ്പാക്കുന്നുണ്ടെന്ന് മന്ത്രി പി രാജീവ്. ഇടുക്കിയിലെ കാട്ടാന ആക്രമണത്തിന് ശാശ്വത പരിഹാരം കാണുമെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ. വയനാട്ടിൽ ജനവാസ മേഖലയിൽ ഇറങ്ങിയ കടുവയെ പിടികൂടണമെന്ന ആവശ്യവുമായി പ്രതിഷേധം ശക്തം. മെൽബണിൽ നടന്ന ബോർഡർ ഗാവസ്കർ ട്രോഫി 4ാം ടെസ്റ്റ് ക്രിക്കറ്റിൽ ഇന്ത്യയ്ക്കെതിരെ ഓസ്ട്രേലിയയ്ക്ക് 184 റൺസ് ജയം. വാർത്തകൾ വിശദമായി. ബഹിരാകാശത്ത് വെച്ച് ഉപഗ്രഹങ്ങളെ കൂട്ടിയോജിപ്പിക്കുന്ന ISROയുടെ ഡോക്കിംഗ് ദൌത്യം സ്പേഡെക്സ് ഇന്ന് വിക്ഷേപിക്കും. ഇതോടെ ലോകത്ത് ഈ നേട്ടം കൈവരിക്കുന്ന 4ാമത്തെ രാജ്യമാകും ഇന്ത്യ. PSLV C-60 വിക്ഷേപണ വാഹനമാണ് സ്പേഡെക്സ് മിഷൻ ഉപഗ്രഹങ്ങളെ വഹിക്കുക. ഇന്ന് രാത്രി 9:58 ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്നാണ് വിക്ഷേപണം. പൊതുസ്ഥലങ്ങളിൽ മാലിന്യം വലിച്ചെറിയുന്നവർക്കെതിരെ നടപടി ശക്തമാക്കി സംസ്ഥാന സർക്കാർ. ജനുവരി 1 മുതൽ സംസ്ഥാനത്ത് വലിച്ചെറിയൽ വിരുദ്ധ വാരാചരണം സംഘടിപ്പിക്കും. നിയമലംഘകർക്കെതിരെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് നടപടികൾ ശക്തമാക്കുകയും പ്രധാന കേന്ദ്രങ്ങളിൽ കൂടുതൽ നിരീക്ഷണ ക്യാമറകളും മാലിന്യ ശേഖരണത്തിന് ബിന്നുകളും സ്ഥാപിക്കുകയും ചെയ്യും. ശ്രീനാരായണ ഗുരുവിന്റെ ആശയങ്ങളുടെ ദൃഢമായ അടിത്തറയിലാണ് കേരളം രാജ്യത്തിനാകെ മാതൃകയായി മാറിയതെന്ന് മന്ത്രി എം.ബി. രാജേഷ്. ആധുനിക മതനിരപേക്ഷ ജനാധിപത്യ കേരള സമൂഹത്തിന് ശിലാസ്ഥാപനം നടത്തിയ വ്യക്തിത്വമാണ് ശ്രീനാരായണ ഗുരുവെന്നും അദ്ദേഹം പറഞ്ഞു. 92ാമത് ശിവഗിരി തീർത്ഥാടനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. ശ്രീനാരായണ ഗുരു നിർവഹിച്ച ആ ശിലാസ്ഥാപനത്തിന്റെ ഉറച്ച ദൃഢമായ അടിത്തറയിലാണ് കേരളം ഇന്ന് ഇന്ത്യക്കാകെ മാതൃകയായ ഒരു സംസ്ഥാനമായി പ്രദേശമായി മാറിത്തീർന്നിട്ടുള്ളത്. ഭൗതിക ജീവിതത്തെ കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിനും മാതൃകാപരമാക്കുന്നതിനുമുള്ള സത്യാന്വേഷണം, അറിവന്വേഷണം എന്ന നിലയിലാണ് ശ്രീനാരായണ ഗുരു ശിവഗിരി തീർത്ഥാടനത്തെ വിഭാവനം ചെയ്തും സംഘടിപ്പിക്കാൻ നിർദ്ദേശിച്ചിട്ടുള്ളത്. തീർത്ഥാടനത്തിന്റെ ഭാഗമായുള്ള വിദ്യാഭ്യാസ സമ്മേളനം മന്ത്രി വി ശിവൻകുട്ടിയും ശാസ്ത്ര സാങ്കേതിക സമ്മേളനം മന്ത്രി KN ബാലഗോപാലും ഉദ്ഘാടനം ചെയ്യും. നാളെ നടക്കുന്ന തീർത്ഥാടന മഹാസമ്മേളനത്തിന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. അതിനിടെ ശിവഗിരി തീർത്ഥാടനത്തിന് ഇത്തവണ എറണാകുളത്ത് നിന്നും 12 ജനറൽ കോച്ചുകളുള്ള പ്രത്യേക ട്രെയിൻ അനുവദിച്ചു. തിരുവനന്തപുരത്ത് നടക്കാനിരിക്കുന്ന 63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് മുന്നോടിയായി സ്വർണ്ണക്കപ്പ് ഘോഷയാത്ര നാളെ കാസർഗോഡ് നിന്ന് ആരംഭിക്കും. എല്ലാ ജില്ലകളിലും സ്വീകരണം ഏറ്റുവാങ്ങി ജനുവരി 3 ഘോഷയാത്ര തിരുവനന്തപുരത്തെത്തും. ജനുവരി 4 മുതൽ 8 വരെയാണ് സ്കൂൾ കലോത്സവം. മകരവിളക്ക് മഹോത്സവത്തിനായി ശബരിമല നട ഇന്ന് വൈകിട്ട് തുറക്കും. തന്ത്രി കണ്ഠരര് രാജീവരരുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി S. അരുൺകുമാർ നമ്പൂതിരി നട തുറക്കും. നാളെ പുലർച്ചെ 3 മണി മുതൽ പൂജകൾ ആരംഭിക്കും. വിശദാംശങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി S. ശ്രീധർ. ദിവസവും പുലർച്ചെ 3:30 മുതൽ രാവിലെ 11 വരെ നെയ്യഭിഷേകവും ഉച്ചയ്ക്ക് കളഭാഭിഷേകവും മറ്റ് വിശേഷാൽ പൂജകളും ഉൾപ്പെടെ എല്ലാ പൂജകളും നടക്കും. 11 എരുമേലി പേട്ടതുള്ളൽ നടക്കും. ജനുവരി 12 ഉച്ചയോടെ തിരുവാഭരണ ഘോഷയാത്ര ശബരിമലയിലേക്ക് പുറപ്പെടും. പന്തളം സ്രാമ്പിക്കൽ കൊട്ടാരത്തിൽ ഡിസംബർ 31 മുതൽ ജനുവരി 11 വരെ രാവിലെ 5:30 മുതൽ രാത്രി 8 വരെ ഭക്തർക്ക് തിരുവാഭരണ ദർശനം ലഭിക്കും. 13 പമ്പ സദ്യയും വിളക്കും നടക്കും. 14 മകരവിളക്ക് നടക്കും. 19 രാത്രി വരെ തീർത്ഥാടകർക്ക് ദർശനം നടത്താം. അന്നേ ദിവസം നട അടച്ച ശേഷം മാളികപ്പുറത്തിന് സമീപത്തായി ഗുരുതി പൂജ നടക്കും. കൊച്ചി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ ഗാലറിയിൽ നിന്ന് വീണ് ഗുരുതര പരിക്കേറ്റ തൃക്കാക്കര MLA ഉമാ തോമസിന് ഇന്ന് രാവിലെ നടത്തിയ CT സ്കാനിൽ തലയുടെ പരിക്ക് കൂടുതൽ ഗുരുതരമായിട്ടില്ലെന്ന് കണ്ടെത്തിയതായി മെഡിക്കൽ ബുള്ളറ്റിൻ. ശ്വാസകോശത്തിന് ഗുരുതര പരിക്കേറ്റതിനാൽ വെന്റിലേറ്റർ സേവനം തുടരേണ്ടി വരുമെന്ന് ഡോക്ടർമാർ അറിയിച്ചു. സംഭവത്തിൽ സംഘാടകർക്കെതിരെ പോലീസ് കേസെടുത്തിരുന്നു. ഉമാ തോമസ് MLAയ്ക്ക് വിദഗ്ധ ചികിത്സ ഉറപ്പാക്കുന്നുണ്ടെന്ന് മന്ത്രി പി രാജീവ് എറണാകുളത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. സംഭവത്തെ ഗൌരവത്തോടെയാണ് കാണുന്നതെന്നും വീഴ്ച വരുത്തിയവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി അറിയിച്ചു.
കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്ന് എയർ കേരള എയർലൈൻ സർവീസ് ആരംഭിക്കുന്നു. തുടക്കത്തിൽ ഡൽഹി, മുംബൈ, ബംഗളൂരു, ഹൈദരാബാദ് എന്നിവിടങ്ങളിലേക്കും പിന്നീട് വിദേശത്തേക്കും സർവീസ് ആരംഭിക്കും. കണ്ണൂരിനു പുറമെ കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളിൽ നിന്നായിരിക്കും സർവീസ്. കേരള സർക്കാരിനും സിയാലിനും മറ്റ് പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കുമായി 26% ഓഹരിയുള്ള സ്ഥാപനമാണ് എയർ കേരള. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ കോഴിക്കോട് ജില്ലയിലെ വിവിധ മത്സ്യബന്ധന തുറമുഖങ്ങളിൽ സന്ദർശനം നടത്തി. കൊയിലാണ്ടി ഫിഷിംഗ് ഹാർബറിലെ നവീകരണ പ്രവൃത്തികൾ അദ്ദേഹം വിലയിരുത്തി. പുതിയാപ്പ മത്സ്യബന്ധന തുറമുഖത്തിൽ നടക്കുന്ന ഹാർബർ ബേസിന്റെ ആഴം കൂട്ടൽ, വൈദ്യുതീകരണം തുടങ്ങി 21.7 കോടി രൂപയുടെ വികസന പ്രവൃത്തികളും കേന്ദ്ര സഹമന്ത്രി പരിശോധിക്കും. MT വാസുദേവൻ നായർക്ക് ആദരമർപ്പിക്കുന്നതിനായി സാംസ്കാരിക വകുപ്പ് സംഘടിപ്പിക്കുന്ന അനുസ്മരണ സമ്മേളനം നാളെ നടക്കും. തിരുവനന്തപുരം ടാഗോർ തിയേറ്ററിൽ വൈകിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. സാഹിത്യ രംഗത്തെ പ്രമുഖർ MTയെ അനുസ്മരിക്കും. ഇടുക്കി മുള്ളരിങ്ങാട് കാട്ടാന ആക്രമണത്തിൽ യുവാവ് മരിച്ച സംഭവത്തിൽ പ്രതിഷേധം ശക്തം. വിവിധ സംഘടനകൾ ആഹ്വാനം ചെയ്ത ഹർത്താൽ പുരോഗമിക്കുന്നതിനോടൊപ്പം വനം വകുപ്പ് ഓഫീസിലേക്ക് നാട്ടുകാർ പ്രതിഷേധ പ്രകടനവും നടത്തി. അതിനിടെ മരിച്ച അമർ ഇലാഹിയുടെ മൃതദേഹം സംസ്കരിച്ചു. വിശദാംശങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ. വണ്ണപ്പുറം പഞ്ചായത്തിൽ LDF, UDF, NDA മുന്നണികൾ ഇന്ന് വൈകിട്ട് 6 മണി വരെ ആഹ്വാനം ചെയ്ത ഹർത്താൽ പുരോഗമിക്കുകയാണ്. മുള്ളരിങ്ങാട് പ്രദേശത്ത് ഇറങ്ങിയ കാട്ടാനകളെ അടിയന്തരമായി കാട് കയറ്റണം, വനാതിർത്തിയിൽ സോളാർ വേലി സ്ഥാപിക്കണം, RRT സംഘത്തിന്റെ സേവനം ഉറപ്പാക്കണം തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു നാട്ടുകാരുടെ പ്രതിഷേധം. കാട്ടാന ആക്രമണത്തിന് ശാശ്വത പരിഹാരമുണ്ടാക്കാൻ ഇടുക്കി പാക്കേജിൽ ഉൾപ്പെടുത്തി കർമ്മപദ്ധതി തയ്യാറാക്കുമെന്നും മരിച്ച അമറിന്റെ കുടുംബത്തിന് സർക്കാർ പ്രഖ്യാപിച്ച ധനസഹായത്തുകയുടെ ആദ്യഗഡു കൈമാറിയതായും സ്ഥലത്തെത്തിയ മന്ത്രി റോഷി അഗസ്റ്റിൻ അറിയിച്ചു. വയനാട് ജില്ലയിലെ കൽപ്പറ്റ പെരിന്തട്ടയിൽ കടുവയുടെ ആക്രമണത്തിൽ പശുക്കിടാവ് ചത്തു. ഇന്നലെ രാത്രി 9 മണിയോടെയാണ് സംഭവം. കടുവയെ പിടികൂടണമെന്നാവശ്യപ്പെട്ട് പ്രദേശത്തെ ജനങ്ങൾ പ്രതിഷേധം ശക്തമാക്കി. മെൽബണിൽ നടന്ന ബോർഡർ ഗവാസ്കർ ട്രോഫി 4ാം ടെസ്റ്റ് ക്രിക്കറ്റിൽ ഇന്ത്യയ്ക്കെതിരെ ഓസ്ട്രേലിയയ്ക്ക് 184 റൺസ് ജയം. ഓസീസ് ഉയർത്തിയ 340 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഇന്ത്യയ്ക്ക് 155 റൺസ് എടുക്കാനേ സാധിച്ചുള്ളൂ. ഇതോടെ 5 മത്സരങ്ങളടങ്ങിയ പരമ്പരയിൽ ഓസ്ട്രേലിയ 2-1 മുന്നിലാണ്. സന്തോഷ് ട്രോഫി ഫുട്ബോൾ ഫൈനൽ പോരാട്ടത്തിൽ കേരളം വെസ്റ്റ് ബംഗാളിനെ നേരിടും. നാളെ രാത്രി 7:30 ഗച്ചിബൌളി സ്റ്റേഡിയത്തിലാണ് മത്സരം. സെമിയിൽ മണിപ്പൂരിനെ 1-5 ഗോളുകൾക്ക് തകർത്താണ് കേരളം ഫൈനലിൽ കടന്നത്. ദേശീയ സീനിയർ പുരുഷ ഹാൻഡ്ബോൾ ചാമ്പ്യൻഷിപ്പിൽ കന്നി കിരീടം നേടി കേരളം. ചങ്ങനാശ്ശേരിയിൽ നടന്ന ഫൈനൽ മത്സരത്തിൽ ചണ്ഡിഗഡിനെയാണ് കേരളം പരാജയപ്പെടുത്തിയത്. കേരളം ആദ്യമായാണ് ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനലിലെത്തുന്നത്. സ്വച്ഛ് ഭാരത് അഭിയാന്റെ ഭാഗമായി ലക്ഷദ്വീപ് ഭരണകൂടം ദ്വീപുകളിലെ വീടുകളിൽ നിന്നും മാലിന്യ ശേഖരണ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി. ലക്ഷദ്വീപ് പഞ്ചായത്ത് വകുപ്പിന്റെ കീഴിൽ നടപ്പിലാക്കുന്ന പ്രവർത്തനങ്ങൾ സെക്രട്ടറി രാഹുൽ സിംഗ്, പഞ്ചായത്ത് ഡയറക്ടർ ആദിത്യ ഭട്ട് ഉൾപ്പെടെയുള്ളവർ നേരിട്ട് വിലയിരുത്തി. ജനങ്ങളിൽ കൂടുതൽ അവബോധം വളർത്തുകയും മാലിന്യം ശാസ്ത്രീയമായി സംസ്കരിക്കുകയുമാണ് പദ്ധതിയുടെ ലക്ഷ്യം. വയനാട് DCC ട്രഷറർ NM വിജയന്റെയും മകന്റെയും മരണത്തിൽ MLA IC ബാലകൃഷ്ണൻ ഉത്തരവാദിയാണെന്നാരോപിച്ച് CPIM പ്രവർത്തകർ ബത്തേരിയിലെ MLA ഓഫീസിലേക്ക് മാർച്ച് നടത്തി. MLA രാജിവെക്കണമെന്ന് പ്രതിഷേധക്കാർ ആവശ്യപ്പെട്ടു. റബ്കോ ഉൽപ്പന്നങ്ങളുടെ പ്രദർശനവും വിൽപ്പന മേളയും മറ്റന്നാൾ മന്ത്രി VN വാസവൻ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യും. പുതിയ ഉൽപ്പന്നങ്ങളുടെ വിപണന ഉദ്ഘാടനവും നടക്കും. വിപണന മേളയിൽ റബ്കോ ഉൽപ്പന്നങ്ങൾക്ക് 20 മുതൽ 30% വരെ ഡിസ്കൌണ്ട് ഉണ്ടാകുമെന്ന് VK പ്രശാന്ത് MLA തിരുവനന്തപുരത്ത് പത്രസമ്മേളനത്തിൽ അറിയിച്ചു. സ്വർണ്ണവില കൂടി. ഗ്രാമിന് 15 രൂപ വർദ്ധിച്ച് 7150 രൂപയും പവന് 57,200 രൂപയുമാണ് ഇന്നത്തെ വില. നിയമങ്ങൾക്കും ചട്ടങ്ങൾക്കും വിധേയമായ വേഗത്തിലുള്ള പരിഹാരമാണ് കരുതലും കൈത്താങ്ങും താലൂക്ക് അദാലത്തുകളിൽ ഉണ്ടാകുന്നതെന്ന് മന്ത്രി P. രാജീവ് എറണാകുളം കണയന്നൂർ താലൂക്ക് അദാലത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പ്രധാന വാർത്തകൾ വീണ്ടും. കേരളത്തിലെ ആധുനിക മതനിരപേക്ഷ ജനാധിപത്യ സമൂഹത്തിന് ശിലാസ്ഥാപനം നടത്തിയ വ്യക്തിത്വമാണ് ശ്രീനാരായണ ഗുരുവെന്ന് മന്ത്രി MP. രാജേഷ്.
പൊതുസ്ഥലങ്ങളിൽ മാലിന്യം വലിച്ചെറിയുന്നവർക്കെതിരെ നടപടി ശക്തമാക്കി സംസ്ഥാന സർക്കാർ. ജനുവരി 1 മുതൽ സംസ്ഥാനത്ത് വലിച്ചെറിയൽ വിരുദ്ധ വാരാചരണം. മകരവിളക്ക് മഹോത്സവത്തിനായി ശബരിമല ക്ഷേത്രനട ഇന്ന് തുറക്കും. ഗുരുതര പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന തൃക്കാക്കര MLA ഉമാ തോമസിന് വിദഗ്ധ ചികിത്സ ഉറപ്പാക്കുന്നുണ്ടെന്ന് മന്ത്രി പി രാജീവ്. ഇടുക്കിയിലെ കാട്ടാന ആക്രമണത്തിന് ശാശ്വത പരിഹാരം കാണുമെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ. വയനാട്ടിൽ ജനവാസ മേഖലയിൽ ഇറങ്ങിയ കടുവയെ പിടികൂടണമെന്ന ആവശ്യവുമായി പ്രതിഷേധം ശക്തം. മെൽബണിൽ നടന്ന ബോർഡർ ഗവാസ്കർ ട്രോഫി 4ാം ടെസ്റ്റ് ക്രിക്കറ്റിൽ ഇന്ത്യയ്ക്കെതിരെ ഓസ്ട്രേലിയയ്ക്ക് 184 റൺസ് ജയം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.